ഹായ് ഹലോ. ഇന്ന് നമ്മൾ ഏത് വീഡിയോ കാണാനാണ് പോകുന്നത്? ഈശോയുടെ സ്വർഗാരോഹണം ചെയ്ത പള്ളി കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പം നമുക്ക് കാണാൻ പോവാം. റെഡിയല്ലേ? ഓക്കെ. ക്രിസ്തീയ വിശ്വാസപ്രകാരമുണ്ടല്ലോ, പുനരുദ്ധാരണത്തിന് ശേഷം 40-ാം ദിവസം സ്വർഗത്തിലേക്കുള്ള യേശുക്രിസ്തുവിൻ്റെ ആരോഹണമാണ് സ്വർഗാരോഹണം എന്ന് പറയുന്നത്. അത് നടന്ന സ്ഥലത്ത് മകുടമുള്ള ഒരു ചെറിയ ആരാധന സ്ഥലമുണ്ട്. അതിനാണ് ഡോം ഓഫ് ദ അസെൻഷൻ എന്ന് പറയുന്നത്. ജെറുസലേമിലെ ഒലിവ് പർവ്വതത്തിൻ്റെ മുകളിൽ പോകുന്ന പ്രധാന റോഡിൻ്റെ കിഴക്ക് മതിലുകളിൽ ചുറ്റപ്പെട്ട ഒരു വളപ്പിലാണ് അലങ്കാരങ്ങളൊന്നുമില്ലാതെ അസെൻഷൻ ഡോം നിലകൊള്ളുന്നത്. യേശു സ്വർഗാരോഹണം ചെയ്തു എന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥലത്തെ അടയാളപ്പെടുത്തുന്ന ഒരു വലയം, ദേവാലയം എന്ന് വിളിക്കാനൊന്നും പറ്റില്ല, ഒരു ആരാധന സ്ഥലം. നമ്മൾ ക്രിസ്ത്യാനികൾ വളരെ പ്രതീക്ഷയോടെയൊക്കെ പോയി കഴിയുമ്പം വളരെ നിരാശാജനകമായിട്ടുള്ള ഒരു അനുഭവം കേട്ടോ നമുക്കവിടെ അത് നൽകുന്നത്. അതിപ്പം നിങ്ങൾക്ക് കാണുമ്പം തന്നെ നമുക്ക് മനസ്സിലാകാൻ പറ്റും. ഈശോയുടെ സ്വർഗാരോഹണം ചെയ്തതിനായിട്ട് നിർമ്മിച്ച നിരവധി പള്ളികളിൽ ഇപ്പോൾ അവശേഷിക്കുന്ന ഈ ഒരു പള്ളിയുടെ ഒരു ഭാഗമായ ഒരു അഷ്ടഭുജ ആകൃതിയുള്ള ഒരു ചെറിയൊരു ഭാഗം മാത്രമായിട്ടുള്ളത്. ഇത് സ്ഥിതി ചെയ്യുന്ന ഇസ്ലാമിക് വാലി ഫൗണ്ടേഷനാണ് ഇതിൻ്റെ നിയന്ത്രണം. ഇവിടെ കണ്ടുവരിക്കുന്നുണ്ടോ, അവർ പെർ ഹെഡിന് 10 ഷെക്കിൾ വെച്ചിട്ടാണ് ഇതിനകത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ട് അവർ എൻട്രി ഫീസ് വെച്ചേക്കുന്നത്. 1187 കുരിശുദ്ധക്കാരെ പരാജയപ്പെടുത്തിയപ്പോൾ ഈ സ്ഥലത്തെ അവസാന പള്ളി മുസ്ലിം സുൽത്താൻ സലഹുദ്ദീൻ പിടിച്ചെടുത്തു. മുസ്ലിങ്ങളും യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണം വിശ്വസിക്കുന്നതിനാലാണ് അതൊരു പള്ളിയാക്കി ഇവർ മാറ്റിയത് കേട്ടോ. പണ്ട് ഇവിടെ ഉണ്ടായിരുന്ന ബെസ്റ്റേലിയൻ ചർച്ചിൻ്റെ അവശിഷ്ടങ്ങൾ ഇവിടെ കാണാം. ഇവിടെ ഉണ്ടായിരുന്ന ആദ്യ പള്ളി ആകാശത്തേക്ക് തുറന്നായിരുന്നു കേട്ടോ നിർമ്മിച്ചിരുന്നത്. AD 380 സാമ്രാജ്യ കുടുംബത്തിലെ അംഗമായിരുന്ന ധനികയായിരുന്ന റോമൻ വനിത ഒമാനിയ ആണ് പള്ളിക്കുള്ള ആദ്യ ധനസഹായം നൽകിയത്. അന്ന് നിർമ്മിച്ചിട്ടുള്ള പള്ളിയുടെ മധ്യഭാഗത്ത് ഒരു പാറയുണ്ടായിരുന്നു. അതിൽ യേശുവിൻ്റെ അവസാന കാൽപ്പാടുകൾ പൊടിയിൽ കാണാമെന്ന് അവർ വിശ്വസിച്ചിരുന്നു. 670 യഥാർത്ഥ ഘടന അതിൻ്റെ നശിക്കുകയും പുനർനിർമ്മിക്കപ്പെടുകയും ചെയ്തു. ഇംഗ്ലീഷ് തീർത്ഥാടകനായ അർത്തൂസ് തൻ്റെ നാട്ടുകാരെ അറിയിച്ചത് കാൽപ്പാടുകൾ ഇപ്പോഴും അതിൻ്റെ തറയിൽ കാണാൻ പറ്റുന്നുണ്ടെന്നായിരുന്നു. 12-ാം നൂറ്റാണ്ടിൽ കുരിശുദ്ധക്കാർ ഒരു അഷ്ടഭുജ ആകൃതിയിലുള്ള ഒരു ചാപ്പൽ അവിടെ നിർമ്മിച്ചു. അത് ഉറപ്പുള്ള ഒരു ആശ്രമത്തിലാണ് സ്ഥാപിച്ചത്. ഒലിവ് പർവ്വതത്തിൻ്റെ കൊടുമുടിയിലെ തന്ത്രപരമായ സ്ഥലത്ത് നിന്ന് കുരിശുദ്ധക്കാർ ജെറീക്കോയും ജെറുസലേമിനും ഇടയിലുള്ള റോഡ് നിയന്ത്രിച്ചിരുന്നു. ഈ കാണുന്ന ഡോം ഇതിനെയാണ് യേശുവിൻ്റെ കാൽപ്പാടുകൾ പതിഞ്ഞ പാറയുള്ളത്. നമുക്കതിനകത്തോട്ട് പോയിട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. വിവിധ ക്രിസ്ത്യ സമൂഹങ്ങൾക്ക് ആരാധന നടത്താനുള്ള അധികാരമൊക്കെ ഇവിടെ ഉണ്ട്. ഈ കാണുന്നതാണ് യേശു സ്വർഗാലയത്തിലേക്ക് കയറുന്നതിന് മുമ്പ് ഭൂമിയിൽ യേശുവിൻ്റെ വലതുകാലിൻ്റെ അവസാന മുദ്രയായി പരമ്പരാഗതമായി കണക്കാക്കപ്പെടുന്നത്. ഇവിടെ തൈലമൊക്കെ പൂശുന്നത് കൊണ്ടാണ് ഇതിങ്ങനെ നല്ല മിനുസമുള്ളതായിട്ട് കാണപ്പെടുന്നത് കേട്ടോ. ഇടതുകാലിൻ്റെ പാദം പതിച്ച ഭാഗം മുസ്ലിമുകൾ അവർ ടെമ്പിൾ ഓഫ് മൗണ്ടിൻ അൽ-അസ്ക മസ്ജിദിൽ കൊണ്ടുപോയിച്ചിട്ടുണ്ട്. അത് അവരുടെ പ്രസംഗപീഠത്തിൻ്റെ പുറകിലാണ് ഇത് വെച്ചിരിക്കുന്നത്. മുസ്ലിങ്ങൾ മക്കയുടെ ദിശയെ സൂചിപ്പിക്കാൻ വേണ്ടി ഉണ്ടായിരിക്കുന്ന മസ്ജിദുകളാണ് ഈ കാണുന്നത്. അതായത് അന്ന് തുറസായ സ്ഥലം മറയ്ക്കുകയും മുകളിൽ അവരൊരു താഴികക്കുടം സ്ഥാപിക്കുകയുമൊക്കെ ചെയ്തു. ഇവിടെ ഒരുപാട് പേരുകൾ അവിടെ വന്ന് മുത്തി പ്രാർത്ഥിച്ച് ഓരോരുത്തരുടെ ആഗ്രഹങ്ങൾ അവിടെ അവർ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഞാനും യേശുവോട് നന്നായിട്ട് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ അവിടെ കുറേ മണൽത്തരികളും മണ്ണിൻ്റെ ആ പാറയുടെ പൊടികളൊക്കെ കിടപ്പുണ്ട്. അപ്പം അതൊക്കെ എല്ലാവരും തന്നെ എടുത്തുകൊണ്ട് പോയി നമ്മൾ പുതിയൊരു വീട് വെക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ആവശ്യത്തിന് ഇപ്പം മിക്കവാറും എല്ലാവരും അവിടെ കൂടിയവർ പറഞ്ഞ് നമുക്കൊരു ഭവനം വെക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവിടെ നിന്ന് ഒരു തുള്ളി മണ്ണൊക്കെ എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ ആ ഭവനത്തിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പിൽ കൊണ്ട് ആദ്യമായിട്ട് അവിടെ കൊണ്ട് മണ്ണിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ഇതായിട്ടൊക്കെ ആവും. അതൊക്കെ ഓരോ വിശ്വാസങ്ങളാട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഒത്തിരി പേര് അവിടെ നിന്ന് മണ്ണൊക്കെ പേപ്പറിലൊക്കെ എടുത്തുകൊണ്ട് പോയി ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വായിച്ചറിഞ്ഞ കാര്യങ്ങൾ നമ്മുടെ കൺമുന്നിൽ നടക്കുമ്പോൾ അത് ഭയങ്കര ഒരു അനുഭൂതി, ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. കാരണം ഈശോയുടെ കാൽപ്പാടുകളിൽ നമ്മൾ തൊട്ട് അവിടെ നമ്മൾ പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയുക, അല്ലെങ്കിൽ അതൊന്നും നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് അതൊന്ന് ദർശിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് ജീവിതത്തിൽ നമ്മൾ എത്രയൊക്കെയോ പുണ്യങ്ങൾ ചെയ്തതിന് തുല്യമാണ് അല്ലേ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് കാണാം. ബൈ ബൈ, ടാറ്റാ, സീ യു.